കിഴക്ക് പ്രഭാതം പൊട്ടിവിടർന്നു. രാത്രിയിൽ ഉദിച്ച ചന്ദ്രനും നക്ഷത്രങ്ങളും എങ്ങോ പോയി മറഞ്ഞു. പ്രഭാതത്തിന്റെ വരവറിയിച്ചുകൊണ്ട് എങ്ങും പക്ഷികളുടെ ആരവങ്ങൾ. തലേരാത്രി പെയ്ത വേനൽ മഴയിൽ ആർത്തുല്ലസിക്കുന്ന ചെടികളും മരങ്ങളും. പൊൻപുലരിയിലെ സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ പുതുജീവൻ കിട്ടിയ പോലെ അവ ആഹ്ലാദിക്കുന്നു. ഉറക്കത്തിന്റെ ആലസ്യത്തിൽ നിന്ന് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ എഴുന്നേറ്റു. പ്രഭാതത്തിൽ തന്നെ സൂര്യോദയത്തിനു മുമ്പ് എഴുന്നേൽക്കണം എന്നുള്ളത് അമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ്. വീട്ടിലെല്ലാവരും അത് കാരണം അതിരാവിലെ എഴുന്നേൽക്കുന്നത് പതിവാക്കിയവരാണ്. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് തുറന്നുകിടക്കുന്ന ജനവാതിലിൽ കൂടി പുറത്തേക്ക് നോക്കി പ്രകൃതി സൗന്ദര്യം ആവോളം നുകർന്നു. കിളികൾ കൂട്ടത്തോടെ മുറ്റത്തുള്ള ചെറുചെടികളുടെ കൊമ്പിലും ജനൽക്കതകിന്റെ അരികിലും ചിലു ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പാറി നടന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നോട് അവ പറയുന്നതായിട്ടാണ് ആ ശബ്ദങ്ങൾ എനിക്ക് തോന്നിയത്. മഴയുടെ കുളിരിൽ ഒന്നുകൂടി മൂടിപ്പൊതിച്ച് കിടക്കാൻ തോന്നിയെങ്കിലും അമ്മയുടെ പാറു എന്നുള്ള നീട്ടി വിളിയെക്കുറിച്ച് ഓർത്തപ്പോൾ വേണ്ടെന്നു വെച്ചു. വേഗത്തിൽ എണീറ്റ് ഉമിക്കരിയും ഈർക്കിലിയുമായി കിണറ്റിൻകരയിലേക്ക് നടന്നു. പല്ലുതേപ്പും മറ്റും കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു അമ്മ. രാവിലത്തെ തിരക്കിലാണ് ഇഡലിയുടെയും സാമ്പാറിന്റെയും മണം മൂക്കിലേക്ക് തുളച്ചു കയറി. രാവിലത്തെ കട്ടൻ കാപ്പിക്ക് ശേഷം മഴവെള്ളം തളം കെട്ടി നിന്ന മുറ്റത്തേക്കിറങ്ങി. പാറു കോഴികളെ തുറന്നുവിട്ടോ എന്നുള്ള അമ്മയുടെ ചോദ്യം എന്നെ കോഴിക്കൂടിനടുത്തേക്ക് നടത്തി. കൂട് തുറന്നുവിട്ട ഉടനെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും ധൃതി പിടിച്ച് പറമ്പിലേക്കിറങ്ങി കൊത്തി തിന്നാൻ തുടങ്ങി. മഴ പെയ്തു ഭൂമി നനഞ്ഞു കിടന്നത് കാരണം അവർക്ക് ആഹാരം കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല എന്നോർത്തപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. മുട്ട വല്ലതുമുണ്ടോ നോക്കൂ പാറു എന്ന് അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ ആണ് മുട്ടയുടെ കാര്യം ഓർമ്മ വന്നത്. കോഴികളെ രാവിലെ പുറത്തുവിടുന്നതും മുട്ട പെറുക്കലും എന്റെ ചുമതലയാണ്. മുട്ടയുമായി തിരിച്ച് അടുക്കളയിൽ ചെന്ന് അമ്മയെ ഏൽപ്പിച്ചപ്പോൾ ഏതോ വലിയ കാര്യം ചെയ്ത മട്ടിൽ എനിക്ക് അഭിമാനം തോന്നി. ഉമ്മറത്തെ കോലായിലിരുന്ന അച്ഛൻ പത്രം വായിക്കുകയാണ്. ഒപ്പം റേഡിയോവിലെ പ്രഭാത പരിപാടികളും കേൾക്കുന്നുണ്ട്. ചേട്ടൻ എവിടെ പോയി എന്ന് ആലോചിച്ചപ്പോഴേക്കും അകത്തുനിന്ന് ഉച്ചത്തിലുള്ള വായന കേട്ടു. രാവിലെ കുറച്ച് പഠിച്ചതിനു ശേഷം ആണ് ചേട്ടൻ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. മുറ്റത്തേക്കിറങ്ങിയപ്പോൾ കറവക്കാരൻ കിട്ടുണ്ണി പാൽപാത്രവുമായി വന്നു. മോളെ, ഇതാ പാൽ അമ്മയുടെ കയ്യിൽ കൊടുക്കൂ, കിട്ടുണ്ണി പറഞ്ഞു. പാൽ അടുക്കളയിൽ കൊണ്ടുപോയി കൊടുത്ത ശേഷം കുറച്ചുനേരം മണിക്കുട്ടിയുടെ അടുത്ത് പോയി. വീട്ടിലെ പശുക്കുട്ടിയാണ്. ഈയിടെയുണ്ടായ മണിക്കുട്ടി തള്ള പശുവിനെയും മണിക്കുട്ടിയെയും വേറെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടി കിട്ടുണ്ണിപ്പോയി. പാറു കുളിക്കാൻ പോകാറായില്ലേ, അച്ഛനും ചേട്ടനും പോകാൻ പുറപ്പെട്ടു എന്നുള്ള അമ്മയുടെ ഒച്ച കേട്ടാണ് ഞാൻ മണിക്കുട്ടിയുടെ അടുത്തു നിന്നും പോന്നത്. ഞാനും അച്ഛനും ചേട്ടനും കൂടി കുളിക്കാനായി പുറപ്പെട്ടു. അടുത്തുള്ള അമ്പലക്കുളത്തിലാണ് കുളിക്കുന്നത്. കുളിയും കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴുതതിനു ശേഷമാണ് തിരിച്ചു വരുന്നത്. പോകുന്ന വഴി പത്രക്കാരൻ ദാമുവിനെയും പാൽക്കാരൻ ഗോപാലിനെയും എന്നും കാണും. അച്ഛൻ കുറച്ചുനേരം അവരോട് കുശലാന്വേഷണം നടത്തും. നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം അങ്ങനെയാണ് അച്ഛന് കിട്ടുന്നത്. പാടത്ത് പണിക്ക് പോകുന്ന പെണ്ണുങ്ങളും കറ്റകളുമായി നീങ്ങുന്ന കാളവണ്ടികളും ഇതിനിടയിൽ ഞങ്ങളുടെ സ്ഥിരം കാഴ്ചയാണ്. തോട്ടിൽ മീൻ പിടിക്കുന്ന കുട്ടികളും പറമ്പുകളിൽ പുല്ലു തിന്നുന്ന പശുക്കളും എന്റെയും ചേട്ടന്റെയും കണ്ണിൽ ആനന്ദം തരുന്നതാണ്. കുളിയും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും പ്രഭാത ഭക്ഷണം അമ്മ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. നല്ല ചൂടുള്ള സാമ്പാറും ആവി പറക്കുന്ന ഇഡലിയും. പാറു അച്ഛനെയും ചേട്ടനെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചോളൂ, അമ്മ പറയും. ഈറൻ മാറിക്കഴിഞ്ഞ് സ്കൂൾ യൂണിഫോമും ഇട്ട് ഞാനും ചേട്ടനും ഊണുമേശയിൽ സ്ഥാനം പിടിക്കും. പിന്നാലെ അച്ഛനും എത്തും. എല്ലാവർക്കും ഭക്ഷണം വിളമ്പി അമ്മയും കഴിക്കാനിരിക്കും. പത്രക്കാരനിൽ നിന്നും മറ്റും കിട്ടിയ നാട്ടുവർത്തമാനങ്ങൾ, അച്ഛനും വീട് പണിക്ക് വരുന്ന നാണിയമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അമ്മയും പരസ്പരം പങ്കുവയ്ക്കും. ചുരുക്കത്തിൽ നാട്ടുവർത്തമാനങ്ങളുടെ ഒരു സമ്മേളനമാണ് ഞങ്ങളുടെ ഊണുമേശയിൽ നടക്കുന്നത്. ഭക്ഷണം കഴിഞ്ഞ് പുസ്തകസഞ്ചിയും എടുത്ത് ചേട്ടന്റെ കൈയും പിടിച്ച് പാടവരമ്പത്തുകൂടി സ്കൂളിലേക്ക് യാത്രയാകും. പോകുന്ന വഴി നാണുനായരുടെ പറമ്പിൽ നിന്നും വീഴുന്ന കണ്ണിമാങ്ങയും ഇളം ചുവപ്പ് നിറത്തിലുള്ള ചാമ്പക്കയുമൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളും അയൽവക്കത്തെ കൂട്ടുകാരുമൊക്കെ ഉണ്ടാവും. ഈ കൂട്ടത്തിൽ ഇതെല്ലാം കഴിച്ചുകൊണ്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടും ഒരു നേരമാവും സ്കൂളിലെത്തുമ്പോൾ. 9:30 ബെല്ലടിക്കുന്നതിന് മുമ്പ് എത്തിയില്ലെങ്കിൽ നല്ല വഴക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് ആ സമയം ആകുമ്പോഴേക്കും നടത്തത്തിന് വേഗം കൂടും. ഉച്ചസമയത്ത് ഊണിനുള്ള മണിയടിക്കുമ്പോൾ ചേട്ടനെയും കൂട്ടി ഒരു ഓട്ടമാണ് വീട്ടിലേക്ക്. വീട്ടിൽ വന്ന കൈയും കാലും കഴുകി ഉണ്ണാനിരിക്കും. അമ്മയുടെ മാമ്പഴ പുളിശ്ശേരിയും പയറുപ്പേരിയും ആലോചിക്കുമ്പോഴേ വായിൽ വെള്ളം വരും. ഒരുവിധം പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അച്ഛനും പണിക്കാരായ ലാസറും അന്തോണിയും കൂടി ഉണ്ടാക്കിയ പച്ചക്കറികൾ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കും. അവധി ദിവസങ്ങളിൽ മാത്രമാണ് അച്ഛൻ പാടത്തും പറമ്പിലേക്കും ഇറങ്ങുന്നത്.
വില്ലേജ് ഓഫീസിലെ ഗുമസ്ത പണിയാണ് അച്ഛന്. എങ്കിലും കൃഷിപ്പണിയോടാണ് അച്ഛന് കൂടുതൽ താല്പര്യം. പച്ചക്കറികൾ തിങ്ങുന്ന പറമ്പും കൊയ്യാറായി നിൽക്കുന്ന പാടവും അച്ഛന് കാണുന്നതേ ഒരു ഹരമാണ് എന്ന് അച്ഛൻ അമ്മയോട് പറയാറുണ്ട്. പണിക്കാർക്കും അത്യാവശ്യം അയൽക്കാർക്കും ഞങ്ങൾ പച്ചക്കറികൾ ആവശ്യത്തിന് കൊടുക്കാറുണ്ട്. ഊണ് കഴിഞ്ഞ് ചേട്ടന്റെയും കൂട്ടുകാരുടെയും കൂടെ വീണ്ടും സ്കൂളിലേക്ക് യാത്രയാകും. സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങളുടെ പാടങ്ങൾ. പാടത്ത് പണിക്കാർക്ക് എന്നോടും ചേട്ടനോടും വലിയ ഇഷ്ടമാണ്. അച്ഛനോടുള്ള അവരുടെ ബഹുമാനവും സ്നേഹവും അവർ ഞങ്ങൾക്കും തരുന്നുണ്ട്. 3:30 മണിക്ക് കൂട്ടമണി അടിക്കുന്നതോടെ ബാഗും തൂക്കി ഒരു ഓട്ടമാണ് വീട്ടിലേക്ക്. പോകുന്ന വഴി പാടത്ത് പണിക്കാരോട് കുശലം പറയാൻ ഞാൻ മറക്കാറില്ല. വൈകുന്നേരം വരെ കൊയ്ത കറ്റകൾ കെട്ടി ഒതുക്കുന്ന തിരക്കിലായിരിക്കും അവർ. കറ്റകൾ കെട്ടി കാളവണ്ടിയിൽ കയറ്റിവിടുന്ന കാഴ്ച കാണാൻ തന്നെ വളരെ രസമാണ്. ഞാൻ കുറച്ചുനേരം അത് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. അച്ഛനെപ്പോലെ എനിക്കും കൃഷിയും പാടവും പറമ്പുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പാറു, അമ്മ തിരക്കും, വീട്ടിലേക്ക് പോകണ്ടേ എന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ മനസ്സില്ല മനസ്സോടെ അവിടെ നിന്ന് യാത്രയാകും. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മേൽ കഴുകണം എന്നുള്ളത് അമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ്. എന്നാൽ അതിനു മുമ്പേ തന്നെ മണിക്കുട്ടിയുടെ അടുത്തേക്കാകും. എന്റെ യാത്ര ദൂരെ നിന്ന് എന്നെ കാണുമ്പോഴേക്കും ചെറിയ ചെവികളാട്ടി അവൾ എന്നെ മാടി വിളിക്കും. രാത്രിയിലേക്കുള്ള ഭക്ഷണവും കൂടി അകത്താക്കണമെന്ന മട്ടിലാണ് തള്ളപ്പശുവിന്റെ തീറ്റ. അതുകാരണം അതിന് എന്നെയോ മണിക്കുട്ടിയെയോ ശ്രദ്ധിക്കാൻ സമയമില്ല. മേൽ കഴുകുന്നതിനു മുമ്പ് ഞാനും മണിക്കുട്ടിയും കൂടി കുറച്ചുനേരം ഓടിക്കളിക്കും. അത് കഴിഞ്ഞ് കുറച്ചുനേരം കോഴിക്കുഞ്ഞുങ്ങളെയും ഓമനിക്കും. അവയും രാത്രിയിലേക്കുള്ള ഭക്ഷണവും കൂടി അകത്താക്കാനുള്ള തിരക്കിലാണ്. ഈ കുട്ടി എവിടെ പോയി എന്നുള്ള അമ്മയുടെ ചോദ്യം കേൾക്കുമ്പോഴേക്കും തോർത്തും സോപ്പും എടുത്ത് കുളിമുറിയിലേക്ക് ഓടും. അപ്പോഴേക്കും ചേട്ടന്റെ മേൽ കഴുകൽ കഴിഞ്ഞിട്ടുണ്ടാവും. വൈകുന്നേരത്തെ കുളിമുറിയിൽ തന്നെയാണ്. അച്ഛൻ ഇല്ലാത്തത് കാരണം കുട്ടികളെ ഒറ്റയ്ക്ക് കുളത്തിലേക്ക് അമ്മ വിടില്ല. അച്ഛൻ ഓഫീസിൽ നിന്നും മടങ്ങിയെത്തുമ്പോഴേക്കും സന്ധ്യ കഴിയും. ജോലി കഴിഞ്ഞു ചന്തയിൽ നിന്ന് അത്യാവശ്യമുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങിയാണ് അച്ഛൻ മടങ്ങുന്നത്. സാധനങ്ങളുമായി സൈക്കിൾ ചവിട്ടി വരുന്ന അച്ഛനെ കാണുമ്പോഴേ അമ്മ പറയും, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, പണിക്കാരോട് ആരോടെങ്കിലും പറഞ്ഞാൽ പോരെയെന്ന്. അച്ഛന്റെ കാര്യങ്ങളെല്ലാം അച്ഛന് തന്നെ ചെയ്യണം എന്നുള്ളത് അച്ഛന് നിർബന്ധമുള്ള കാര്യമാണ്, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും. അതുപോലെ ആ സൈക്കിൾ കൊടുത്തു ഒരു പുതിയ സൈക്കിൾ വാങ്ങിക്കാനും അമ്മ പറയും. എന്നാൽ അച്ഛൻ അതും നിരസിക്കും. കാരണം ആ സൈക്കിളിനോട് അച്ഛന് വലിയ ആത്മബന്ധമാണ്. അച്ഛന്റെ ചെറുപ്പത്തിൽ അച്ഛന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ് ആ സൈക്കിൾ. എന്റെ ജീവനുള്ളതുവരെ ഞാനത് സൂക്ഷിക്കുമെന്ന് അച്ഛൻ അമ്മയോട് മറുപടി പറയും. മേൽ കഴുകലും കാപ്പികുടിയും കഴിഞ്ഞ് ഞാനും ചേട്ടനും പഠിക്കാനിരിക്കും. സംശയമുള്ള പാഠഭാഗങ്ങൾ ചേട്ടനാണ് പറഞ്ഞു തരുന്നത്. ചേട്ടൻ പഠിപ്പിച്ചു തരുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. 6 മണിക്ക് വിളക്ക് കത്തിച്ചാൽ അമ്മ രണ്ടുപേരെയും നാമം ചൊല്ലാനായി വിളിക്കും. ഞാനും ചേട്ടനും ചമ്രം പടിഞ്ഞിരുന്നു നാമങ്ങൾ ഉച്ചത്തിൽ ചൊല്ലും. ആ സമയത്താണ് അച്ഛൻ വരുന്നത്. ചന്തയിൽ നിന്നും വാങ്ങിയ സാധനങ്ങളെല്ലാം അമ്മയെ ഏൽപ്പിച്ചുമേൽ കഴുകി ഉമ്മറത്തെ ചാരുകസേരയിൽ സ്ഥാനം പിടിക്കും. അപ്പോഴേക്കും അമ്മ ആവി പറക്കുന്ന ചായയുമായി വരും. നാമം ചൊല്ലൽ കഴിഞ്ഞ് ഞങ്ങളും അച്ഛനെയും അമ്മയുടെയും കൂടെ വർത്തമാനത്തിനിരിക്കും. സ്കൂളിലെ വർത്തമാനങ്ങളും ഓഫീസിലെ വർത്തമാനങ്ങളും അമ്മയുടെ വീട്ടുകാര്യങ്ങളും ഒക്കെ വർത്തമാനത്തിൽ വരും. കുറച്ചു കഴിഞ്ഞ് സ്കൂളിലെ ബാക്കി പാഠങ്ങൾ പഠിച്ചു തീർക്കും. രാത്രി 9 മണിയോടെ ഞങ്ങൾ അത്താഴം കഴിക്കാനിരിക്കും. അത്താഴം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പുസ്തകങ്ങളെല്ലാം ഒതുക്കി വെച്ച് 10 മണിയോടെ ഉറങ്ങാൻ കിടക്കും. ഞാനും ചേട്ടനും ഒരു മുറിയിലാണ് കിടക്കുന്നത്. ജനലിന്റെ അരികെയുള്ള കട്ടിലിലാണ് എന്റെ കിടപ്പ്. രാത്രിയിലെ ചീവീടിന്റെ ശബ്ദവും മഴയുടെ ചിലും ചിലും എന്നുള്ള ശബ്ദവും ജനലിൽ കൂടി നേർത്തു വരും. തണുപ്പ് കൂടിക്കൂടി വരുമ്പോൾ ഞാൻ പുതപ്പിനുള്ളിലേക്ക് ചുരുളും. കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കഥ ചേട്ടൻ പറഞ്ഞു തരും. അതു കേട്ടറിയാതെ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴും.